ഹലോ, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫേസ് പാക്ക് അങ്ങനെ ഒന്നുമില്ല, ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഉണ്ണിയപ്പം കേക്ക് എന്ന് വേണമെങ്കിൽ ഇതിന് പേരിടാം. അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പറയാമേ. പാല്, പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പിന്നെ പഞ്ചസാര. മെഷർമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരു നുള്ള് വിനാഗിരി, പിന്നെ ഒരു കപ്പ് കൊക്കോ പൗഡർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി അങ്ങോട്ട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓവർ ബീറ്റ് ചെയ്യാണ്ട് സ്മൂത്തായിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ബേക്കിംഗ് പൗഡറും അതും കൂടെ ഒരു പിഞ്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്ററൊന്നും വേണമെന്നില്ല, ഈ കയ്യിലൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ. സോഫ്റ്റായിട്ട് ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഇതുപോലെ വരും. ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് സ്മൂത്തി ടൈപ്പ് ആകുമ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് എണ്ണ ഒന്നും ഒഴിക്കണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് മാത്രം മതി കേട്ടോ, അതിൽ കൂടുതൽ സമയം വേണ്ട. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടിരിക്കും. എപ്പോഴും എന്താ പറയുക, പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും ഇത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അതിന് പകരമായിട്ട് പകുതി ഒഴിച്ചിട്ട് ഡയറി മിൽക്കോ എന്തെങ്കിലും ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ചെയ്യണമെന്നില്ല, ചെറിയൊരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഇല്ല, കറക്റ്റ് ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും. അതാണ് കേട്ടോ ഞാനിതിന് ഉണ്ണിയപ്പം കേക്ക് എന്ന് പറഞ്ഞത്. ഉണ്ണിയപ്പത്തിൻ്റെ രൂപവും കേക്കിൻ്റെ ടേസ്റ്റും അതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ വലിയ ഭംഗിയൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. 2-3 പാളിപ്പോയെങ്കിലും ടേസ്റ്റ് ഉണ്ട്. മേളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് സെറ്റാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.